നമസ്കാരം പ്രിയമുള്ളവരെ, സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുദർശന ജ്യോത്സ്യർ കവലയൂർ. ഇന്ന് നമുക്ക് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് അല്പം താമസം നേരിട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ വർഷം തുടങ്ങിയിട്ട് പുതിയ വീഡിയോകൾ നമുക്ക് നിങ്ങളുടെ ഫലങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ഇന്ന് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 1200 ചിങ്ങമാസം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു 1200 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ട് മാറുകയാണ്. 1200 ചിങ്ങമാസം 1-ാം തീയതി രാവിലെ ഉദയത്തിന് 17/8/2024 അന്ന് ശനിയാഴ്ച ദിവസവും ഊരാട നക്ഷത്രവും ശുക്ലദ്വാദശിയും കൂടി ആയതുകൊണ്ട് നമുക്ക് അതും ഒരു നല്ല ദിവസമാണ്. ശുക്ലപക്ഷത്തിലെ ദ്വാദശി പക്കമാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ആ ദിവസം ഉദയത്തിന് നമ്മുടെ ഓരോ രാശിക്കാരുടെയും എങ്ങനെയൊക്കെയാണ് ഫലങ്ങളെന്നുള്ളതാണ്. നമുക്ക് ആ ഫലങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. പുതിയ വർഷം നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചിലരത് കേൾക്കുന്നവർ വിചാരിക്കുമോ, ഇനിയിപ്പോൾ കഴിഞ്ഞ ശനിയുടെ മാറ്റം പറഞ്ഞു, വ്യാഴൻ്റെ മാറ്റം പറഞ്ഞു, അതങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഞങ്ങൾ പറയും. പക്ഷേ അതുകൂടെ യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഫലങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ ആ മേടൻ രാശിയുടെ ഫലം നമുക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇടവൻ രാശിയുടെ കാർത്തികമുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ അരയും വരുന്ന ഇടവൻ രാശിയുടെ ഫലമാണ് ഇതിനകത്ത്. അപ്പോൾ കഴിഞ്ഞ ഫലം നമുക്ക് ഗുണമായിരുന്നാലും ദോഷമായിരുന്നാലും ഇവിടെ എങ്ങനെയാണ് ഇടവൻ രാശിക്കാർക്ക് ഈ ഫലം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ നോക്കാം. ഈ രാശിക്കാർക്ക് ആ രാശിയിൽ ഇപ്പോൾ അന്ന് ഈ പറയുന്ന ചിങ്ങമാസം ഉദയയിൽ ചിങ്ങലഗ്നമാണ് ഉദിച്ചിരിക്കുന്നത്. അവിടെ തന്നെ ബുധനും ശുക്രൻ്റെയും യോഗമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ രാശിയിൽ കേതു, 5-ൽ ചന്ദ്രനും 7-ൽ ശനി ശശമഹായോഗം ചെയ്തും, അതുപോലെ തന്നെ 11-ാമത്തെ അഷ്ടമത്തിലെ രാഹുവിൻ്റെ സ്ഥിതിയും 10-ാമത്തെ രാശിയിൽ വ്യാഴവും ചൊവ്വയും നിൽക്കുന്ന ഒരു സമയമാണ് അത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഗ്രഹസ്ഥിതിയാണ്. കാരണം ഈ എങ്ങനെയും ചിങ്ങലഗ്നം വരുമ്പോൾ ചിങ്ങലഗ്നത്തിൽ സൂര്യൻ അവിടെ എപ്പോഴും മൂലക്ഷേത്ര ബലത്തിലാണല്ലോ കാണുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്നത് 11-ാം ഭാവാധിപത്യം, അതായത് ഇടവലഗ്നത്തിന് 2-ാം ഭാവാധിപത്യം എടുത്തിരിക്കുന്നതായ ബുധൻ അവിടെ ആരോഹണ ബലവാനായിട്ട് പോവുകയാണ്. അത് മാത്രമല്ല ചിങ്ങൻ രാശി സൂര്യനോട് കൂടുമ്പോഴത്തേക്ക് അവിടെ ഈ ബുധന് വക്രമൗഢ്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ വക്രമൗഢ്യം വരുമ്പോൾ മൗഢ്യം കൊണ്ട് ചെറിയ ദോഷം പറയുന്നുണ്ടെങ്കിൽ വക്രം കൊണ്ടുള്ള ഗുണവും അവിടെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ബുധൻ ഒരു വലിയ ദോഷമല്ല അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ബുധൻ 2-ാം ഭാവാധിപത്യം എടുത്തിരിക്കുന്ന ഗ്രഹമാണ്. 2-ാം ഭാവം കൊണ്ട് നമുക്ക് സിദ്ധിക്കുന്നത് സാമ്പത്തികമായിരിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ സാമ്പത്തികവും കുടുംബപരമായ മാറ്റം, കുടുംബത്തിന് നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാമ്പത്തിക പുരോഗതിക്കുമൊക്കെ ചില സാമ്പത്തിക ആഗമനങ്ങൾ വന്നു ചേരാനും, അല്ലെങ്കിൽ അത് ബിസിനസ് വഴിയോ അതല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട മുടങ്ങിക്കിടന്നത് ഏതെങ്കിലും സർക്കാരിൻ്റേതായിരിക്കുന്നതോ അല്ലാത്തതുമായ സാമ്പത്തിക വിഷയങ്ങളൊക്കെ നമുക്കവിടെ വന്നു തരുമെന്ന് നമുക്കിത് കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വാക്കുകൾ, നമുക്ക് എന്തെങ്കിലും വാക്കുകൾ പറയുന്ന വാക്കുകൾ പാലിക്കാനുള്ള ഒരവസരവും നമുക്ക് ഈ സന്ദർഭത്തിലൊക്കെ വന്നു ചേരും. ഭർത്തവ്യമഖിലം വിത്തം വാണി എന്നാണല്ലോ. അപ്പോൾ തന്നാൽ ഭരിക്കപ്പെട്ടു വരുന്ന വിഷയങ്ങളെല്ലാം കുറച്ചുകൂടെ ഊർജ്ജസ്വലത കൈവരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അതുകൊണ്ട് സംഭവിക്കുക. അങ്ങനെ 2-ാം ഭാവം കൊണ്ട് നമുക്ക് ദോഷമല്ലാത്ത ഒരു വിഷയം നമുക്ക് കാണുന്നുണ്ട്. ക്രമേണ നമുക്കിപ്പോൾ ഈ ഒരു വർഷം വരുന്ന ഫലങ്ങളാണ്, അടുത്ത ചിങ്ങമാസം വരെയുള്ള ഫലങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് കണ്ടകശനിയൊക്കെ ഉണ്ട്, ശരിയാണ്. ആ ശനി വക്രത്തിലുമാണ്. കണ്ടകശനി നിൽക്കുന്നത് വക്രത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ച് ദോഷഫലങ്ങൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളതും ഒരു ശരിയാണ്. അവിടെ മാത്രമല്ല ജന്മവ്യാഴം നിൽക്കുന്ന സമയം കൂടിയാണ്. ആ ജന്മത്തിൽ ചൊവ്വയും കൂടി ഉണ്ട്. ഇപ്പോൾ ആ ദിവസം ചൊവ്വയും കൂടി ആ രാശിയിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ ചാരഫലങ്ങൾ നമുക്ക് പൊതുവെ അനുകൂലമല്ല എന്നുള്ളതാണ്. അവിടെ ഭാഗ്യാധിപതിയായിരിക്കുന്ന ശനിയാണ് അവിടെ നമുക്ക് കർമ്മസ്ഥാനത്ത് ഈ പറയുന്ന കണ്ടകശനിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കണ്ടകശനിയുടെ മാറ്റം വരണമെങ്കിൽ 2024 മാർച്ച് മാസം 28-ാം തീയതി കൂടി വയ്ക്കുവാനും ഈ പറയുന്ന ശനിയുടെ മാറ്റം വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ ശനി കണ്ടകശനി നിൽക്കുന്നെങ്കിലും ഈ പറയുന്ന ജന്മവ്യാഴം ഉണ്ടെങ്കിലും വിത്തക്ഷയം പ്രവാസാൻ രോഗാഞ്ജനയന്തി മരണഭീതിയും വായ എന്നുള്ള ചൊവ്വയുടെ ഫലവും ചെയ്തു. അപ്പോൾ ഈ 2-3 ഗ്രഹങ്ങൾ നമുക്ക് അത്ര പന്തിയിലല്ല അവിടെ നിൽക്കുന്നതെന്നുള്ളത് കൊണ്ട് ചില വിഷയങ്ങൾ നമുക്ക് അല്പം ദോഷകരമായിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്. ശാരീരികവുമായിരിക്കുന്നതും ചൊവ്വ 7-ാം ഭാവാധിപത്യം എടുത്തുകൊണ്ട് ജന്മരാശി നിൽക്കുന്നതും
7-ാം ഭാവാധിപനായതുകൊണ്ട് നമുക്ക് വിവാഹവുമായിട്ടോ വിവാഹത്തിന് കാലതാമസം വരുന്നതോ അല്ലെങ്കിൽ വിവാഹത്തെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളോ ദാമ്പത്യ വിഷയങ്ങളിലൊക്കെ കുറച്ച് ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരേണ്ട കാര്യങ്ങളും ഒക്കെ അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങൾ പെട്ടെന്ന് നേരെ മുന്നോട്ട് പോകുന്നതിനൊക്കെ അതൊരു തടസ്സമായിട്ട് വന്നേക്കാം. എങ്കിലും ആ തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ട് പിന്നെ അത് കഴിയുന്നത്ര പെട്ടെന്ന് ഒഴിവായി വരാനുള്ള സാധ്യതയും നമുക്ക് വന്നേക്കും. ജോലിയിൽ നമുക്ക് വന്നു ചേരേണ്ടതായ മാറ്റങ്ങൾ, അതായത് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ജോലി കിട്ടുമെന്നോ ഒക്കെ വന്നിട്ട് അതവിടെ ബ്രേക്ക് പിടിച്ച് നിൽക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഈ പറയുന്ന ജന്മരാശിയിലെ ശനിയും അല്ലെങ്കിൽ ഈ ചൊവ്വയും പിന്നെ വീഴ്ചയ്ക്കോ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും വീണിട്ടെന്നൊരു ഒരു ശരീരത്തിന് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നമുക്കുണ്ട്. നമ്മൾ പ്രവാസം വീട് വിട്ട് വിദേശത്ത് നിൽക്കുന്നവർക്കാണെങ്കിലും ഈ വിദേശത്തുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. അവിടെ നമുക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു പ്രോഗ്രസ് കിട്ടുന്നതിനൊക്കെ കുറച്ച് കാലതാമസമൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലഗ്നാധിപതിയായിരിക്കുന്നതായ ശുക്രൻ അവിടെ ജന്മലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ അവിടെ 4-ാമത്തെ രാശിയിൽ തന്നെ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, 4-ാമത്തെ രാശിയിലാണ്. അപ്പോൾ വീടുകൾ വാങ്ങിക്കുക, കൊടുക്കുക, ഇങ്ങനെയുള്ള ചില ഫലങ്ങളൊക്കെ നമുക്കവിടെ സംഭവിക്കാനുള്ള സാധ്യതകൾ അതിലൂടെ ഉണ്ടെന്നാണ്. വാഹനം തന്നെ ചിലപ്പോൾ ഒരു വാഹനം കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് കൊടുക്കാനോ മറ്റൊന്ന് വാങ്ങിക്കാനുള്ള സാധ്യത ചിലപ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യതയും ആ ശുക്രനവിടെ. അപ്പോൾ ശുക്രൻ നീച അവരോഹണാവസ്ഥയിൽ പോകുന്നത് കൊണ്ട് കൂടുതലും അത് ഇത്തിരി ദോഷമായിട്ട് പകുതിയോളം കാലഘട്ടങ്ങൾ നമ്മുടെ ഈ വർഷത്തിൻ്റെ പകുതിയോളം നമുക്ക് അങ്ങനെയുള്ള വീടിൻ്റെയും വാഹനത്തിൻ്റെയും കാര്യങ്ങളിലൊക്കെ ഒരു ചില വൈഷമ്യങ്ങൾ നിൽക്കും. പുതിയ ഭൂമിയൊക്കെ വാങ്ങിക്കാനും കൊടുക്കാനുമുള്ള സാധ്യതകളും അതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക്. പക്ഷേ ദാമ്പത്യ വിഷയത്തിലൊക്കെ ചില പ്രയാസങ്ങൾ നമുക്ക് വന്നു ചേരും. വിവാഹം നടത്താൻ കാലതാമസങ്ങളുണ്ടാകും. മക്കളുടെ 5-ാം ഭാവാധിപതിയായിരിക്കുന്നതായ ഈ പറയുന്ന ബുധനായതുകൊണ്ട് മക്കളുടെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ പുരോഗതി കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മക്കളുടെ ഔദ്യോഗികമായ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടെ നമുക്ക് നല്ല അനുഭവങ്ങളൊക്കെ വരേണ്ട സാധ്യതകൾ കൂടി ഈ സന്ദർഭത്തിൽ നമുക്കുണ്ട്. പിന്നെ ആരോഗ്യപരമായി നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ ഒരു ശസ്ത്രക്രിയ ഈ വർഷം ആർക്കെങ്കിലും രോഗാവസ്ഥയിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു ശസ്ത്രക്രിയ നടക്കേണ്ട സാധ്യതകൾ ഏതെങ്കിലും നമുക്കുണ്ട്, അങ്ങനെ സൂചിപ്പിക്കാം. ഇപ്പോൾ കുക്ഷിർവക്ഷശിരോ എന്നുള്ളത് കൊണ്ട് ശിരസിന് നമുക്ക് എന്തെങ്കിലും ചില രോഗങ്ങൾ അല്പം ഉണ്ടാകാനുള്ള ഈ സാധ്യതകൾ, ചിലവർക്ക് കൂടുതൽ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ മുതലായിരിക്കുന്ന ചില രോഗങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തൊഴിൽപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് വിദേശത്തോ അല്ലെങ്കിൽ ബിസിനസ്സിലോ പുതിയ സംഭവങ്ങൾ തുടങ്ങുന്നതിനോ പിന്നെ അവിടെ ഈ 10-ാമത്തെ രാശി നിൽക്കുന്ന ശനിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ അടച്ചാക്ഷേപിച്ചൂടെ കണ്ടത് ശനിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ ശനി ഇവിടെ മൂലക്ഷേത്ര ബലം ഉള്ളതുകൊണ്ട് ആ ശനിയുടെ ഫലം നമുക്ക് കുറച്ച് സബ്സിഡി അനുവദിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൊഴിൽപരമായിട്ട് നമുക്ക് അശുഭമല്ലാത്തൊരു മധ്യാവസ്ഥയിൽ അതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ചിലവരുടെ ദശാകാലങ്ങളും ചിലവരുടെ അപഹാരങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ദോഷങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തെന്ന് വരാം. അതുകൂടെയൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചുകൊള്ളുക, അത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് വേണം നമുക്ക് ഈ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത്. എന്തായാലും നിങ്ങൾ ഈ അവസരത്തിൽ നമുക്ക് ചെയ്യേണ്ടത് വിഷ്ണുപ്രീതിയും ശാസ്താവിനെയും വിഷ്ണുവിനെയും നമ്മൾ ഭജിക്കുക എന്നുള്ളതാണ്. വിഷ്ണുവിനെ നല്ലവണ്ണം നമുക്ക് വർക്കല അല്ലെങ്കിൽ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതുപോലെയുള്ള പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥിക്കുക. ശാസ്താവിനെ ശബരിമല ദർശനം നടത്തുകയൊക്കെ നല്ലതാണ്. അടുത്തുള്ള ശാസ്താക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുകയെടുക്കുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെല്ലുന്നതും കൊള്ളാം. കുറച്ചുകൂടെ ഊർജ്ജം, പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടായി വരാനും അതനുസരിച്ച് നമ്മുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് പരിവർത്തനം വരാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇടവൻ രാശിയുടെ ഫലം നമുക്ക് പൊതുവേ ഒരു മധ്യമ ഫലമായിട്ട് തന്നെ കൊണ്ടുപോകും. പക്ഷേ എന്നാലും നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവൻ രാശിയുടെ ഫലത്തിൽ നിന്നും തൽക്കാലം ഞാൻ വിരമിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.